UDF സർക്കാരിന്റെ കാലത്ത് KM മാണിയെ മുഖ്യമന്ത്രിയാക്കാൻ ഇടതു നേതാക്കളുമായി താൻ ചർച്ചകൾ നടത്തിയെന്ന PC ജോർജ്. VS അച്യുതാനന്ദനുമായും വെളിയം ഭാർഗവനുമായി കൂടിക്കാഴ്ച നടത്തി. ധാരണയായെങ്കിലും ജോസ് കെ മാണി കേന്ദ്രമന്ത്രി മോഹം മൂലം നീക്കം തടഞ്ഞു. ഉമ്മൻചാണ്ടി സർക്കാരിനെ അട്ടിമറിച്ച തുടർഭരണം തടയാനായിരുന്നു LDF ശ്രമിച്ചത്. കഴിഞ്ഞ UDF ഭരണകാലത്ത് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ താഴെയിറക്കാനും KM മാണിയെ മുഖ്യമന്ത്രിയാക്കാനും ശ്രമം നടന്നിരുന്നുവെന്നും ഇതിനായി ഇടതു നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നുവെന്നും PC ജോർജ് വെളിപ്പെടുത്തുന്നു. ജനസമ്പർക്ക പരിപാടിയിലൂടെ ഉമ്മൻചാണ്ടി സർക്കാർ ജനപ്രീതി ഉയർത്തി നിൽക്കുന്ന സമയത്ത് UDFന്റെ തുടർ ഭരണ സാധ്യതകളെ ഇല്ലാതാക്കാനായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിനെ അട്ടിമറിക്കാനുള്ള നീക്കം. KM മാണിയുടെ നിർദ്ദേശപ്രകാരം അന്ന് ചീഫ് വിപ്പായിരുന്ന PC ജോർജ് AKG സെന്ററിലെത്തി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. VS അച്യുതാനന്ദനുമായും വെളിയം ഭാർഗവനുമായും സംസാരിച്ച് ധാരണയായി. 6 മാസത്തേക്ക് KM മാണിയെ മുഖ്യമന്ത്രിയാക്കാനായിരുന്നു തീരുമാനം. ഉമ്മൻചാണ്ടിയെ പൂർത്തീകരിക്കാതെ ഇറക്കി വിട്ടില്ലെങ്കിൽ അടുത്ത ഭരണത്തിൽ LDFന് വരാൻ കഴിയും. ഈ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ്. എന്താണ് കാരണം തന്നെ ഒരു ദിവസം രാവിലെ ഞാൻ ഗവൺമെന്റ് ചീഫ് വിപ്പാണ് എന്നെ ഫോണിൽ വിളിച്ചു. മാണി സാർ കാണണമെന്ന് പറഞ്ഞാൽ മാണി സാറിന്റെ വീട്ടിൽ ചെന്നു. മാണി സാറ് ഭയങ്കര സന്തോഷത്തിലാണ്. പുള്ളി എന്നോട് കുറെ ഇനി ഒരു 6 മാസം നമുക്കൊന്ന് മുഖ്യമന്ത്രി ആകട്ടെ. ഞാൻ വിചാരിക്കുന്നത് നമ്മൾ മുഖ്യമന്ത്രിയാണ്. ഇപ്പൊ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആണല്ലോ, പിന്നെ കുഴപ്പം. അപ്പൊ അദ്ദേഹം പറഞ്ഞു അത് പാലക്കാരനല്ല, മീനച്ചിത്തായിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ടെന്ന് നമുക്കൊരു അഭിമാനമല്ല. ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ഒരു അവസാന നിമിഷം ഞാനത് മാണി സാറിന് കൂടാൻ തീരുമാനിച്ചു. അങ്ങനെ കൂടിയെന്ന് മാത്രമല്ല, വളരെ ശക്തമായി നീക്കം നിർത്തി P ജോസഫിനെ കണ്ടു. ഒരു ചരിത്രം ദീർഘമായി കിടക്കുന്നില്ല, നക്ഷത്രത്തിൽ പറയാം. P ജോസഫിന് ചെറിയ ഇതുണ്ടായിരുന്നു. P ജോസഫുമായിട്ട് സംസാരിപ്പിച്ചു. മാണി ജോസഫ് ഒന്നായി. ഞങ്ങള് അത് കഴിഞ്ഞ് AK സെന്ററിൽ പോയി സംസാരിച്ച് AK സെന്ററിൽ അവർ തയ്യാറായി. അവരെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയത്. പക്ഷേ ജോസ് കെ മാണിയും ഭാര്യയും KM മാണിയെ അവസാന നിമിഷം ഈ നീക്കത്തിൽ നിന്ന് വിലക്കി. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്നും തനിക്ക് കേന്ദ്രമന്ത്രി പദം നൽകുമെന്ന് ഉറപ്പു നൽകിയിട്ടുണ്ടെന്നുമായിരുന്നു ജോസ് കെ മാണിയുടെ ധാരണ. 6 മാസം കഴിഞ്ഞ് പാർലമെന്റ് ഇലക്ഷൻ വരെയാണ്. പാർലമെന്റ് ഇലക്ഷൻ വരുമ്പം രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും. ഇപ്പോഴും പ്രധാനമന്ത്രിയായിട്ടില്ലാണ്. എന്തൊരു മഠയത്തിലാണെന്ന് ആലോചിക്കണം. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും. അപ്പോൾ നമ്മുടെ ജോസ്മോനെ ഇരുമ്പുരുപ്പ് വകുപ്പ് മന്ത്രിയാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നാണ് അവള് പറയുന്നത്. ഇങ്ങനെ നെച്ചത്തടിച്ചോണ്ട് അവള് പറയുന്നത്. അതുകൊണ്ട് അച്ഛൻ മുഖ്യമന്ത്രി ആകാൻ പാടില്ല. പിടുത്തം വലിയത് നടന്നാണ് എന്ത് വേണം. അങ്ങനെ സ്വന്തം മകന്റെ ഭാര്യയുടെ നിർബന്ധമായി മാണി സാറിന് മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടു. മുഖ്യമന്ത്രിയാകാനുള്ള മോഹം പൊലിഞ്ഞത് KM മാണിയെ ഏറെ ദുഃഖിതനാക്കിയെന്നും PC ജോർജ് പറയുന്നു. ജനം, കോട്ടയം.